ദിലീപിനെ തിരിച്ചെത്തിക്കാനുള്ള നീക്കത്തിനെതിരെ താരസംഘടനയിൽ പൊട്ടിത്തെറി. കടുത്ത നിലപാടുമായി പൃഥ്വിരാജും കുഞ്ചാക്കോ ബോബനും. നിലപാട് വ്യക്തമാക്കാനാവാതെ AMMA നേതാക്കൾ ശ്വേത മേനോനും കുക്കു പരമേശ്വരനും. സിനിമാ മേഖലയിൽ സർവാധിപതിയാകാനുള്ള ദിലീപിന്റെ നീക്കത്തിനെതിരെ പ്രതിരോധം ശക്തം. കീഴ്ക്കോടതിയിൽ നിന്നും അനുകൂല വിധി ലഭിച്ചതോടെ സിനിമാ മേഖലയിലേക്ക് പൂർവാധികം ശക്തിയോടെ തിരിച്ചെത്താനാണ് ദിലീപ് നടത്തുന്ന നീക്കം. ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കേരള എന്ന ഫെഫ്കയിലേക്ക് ദിലീപിനെ തിരിച്ചെടുക്കാൻ നടന്ന തിരക്കിട്ട നീക്കം ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു. അതേ വിധത്തിൽ താരസംഘടനയായ AMMAയിലേക്കും ദിലീപിനെ തിരിച്ചെടുക്കാനും ധൃതി പിടിച്ച നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി, ബാബുരാജ് തുടങ്ങിയ നടന്മാർ ഈ നീക്കത്തിനെതിരെ കടുത്ത പ്രതിഷേധമുയർത്തിയിട്ടുമുണ്ട്. അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഫെഫ്ക ഭാരവാഹികളുടെ ദിലീപ് വിധേയത്വത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഭാഗ്യലക്ഷ്മി ഫെഫ്ക അംഗത്വം രാജിവെച്ചത് ഏറെ ചർച്ചാ വിഷയമായിരുന്നു. സമാന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ താരസംഘടനയിലും അരങ്ങേറുന്നത്. ഒട്ടേറെ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് 8ാം പ്രതിയായിരുന്ന ദിലീപിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ AMMA ഭാരവാഹികൾ നേരത്തെ നിർബന്ധിതരായത്. എന്നിട്ടും ഒളിഞ്ഞും തെളിഞ്ഞും അവർ ദിലീപിനെ നിർബാധ പിന്തുണയുമേകി. വിചാരണ വേളയിൽ പോലീസിന് നൽകിയ മൊഴി മാറ്റിപ്പറഞ്ഞ് ദിലീപിനെ പിന്തുണയേകാൻ ഇവർക്കാർക്കും ഒരു മനസാക്ഷിക്കുത്തും ഉണ്ടായതുമില്ല. അപ്പോഴും ചിലർ മാത്രം അതിജീവിതയ്ക്ക് പിന്തുണകളേകി ശക്തമായി നിലകൊണ്ടു. പൃഥ്വിരാജിന്റെയും കുഞ്ചാക്കോ ബോബന്റെയും മറ്റും നേതൃത്വത്തിൽ അന്ന് പ്രതിഷേധമുയർത്തിയവരാണ് ദിലീപിനെ വീണ്ടും വാഴിക്കാനുള്ള നീക്കത്തിനെതിരെ ഇപ്പോഴും രംഗത്തുള്ളത്. മഞ്ജു വാര്യർ, റിമ കലിങ്കൽ, രമ്യ നമ്പീശൻ, പാർവതി, പത്മപ്രിയ തുടങ്ങിയവർ തുടക്കം മുതലേ അതിജീവിതയ്ക്ക് കരുത്തു പകർന്ന് രംഗത്തുണ്ടായിരുന്നു. WCCയുടെ രൂപീകരണവും തുടർ നീക്കങ്ങളുമൊന്നും വിസ്മരിക്കാൻ കഴിയില്ലല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരെ എത്തിയ ആ പോരാട്ടം സിനിമാ മേഖലയിൽ സൃഷ്ടിച്ചത് അത്യധികം ശക്തമായ ചലനങ്ങൾ തന്നെയായിരുന്നു. ഇപ്പോൾ കീഴ്ക്കോടതി വിധി ദിലീപിനെ അനുകൂലമായി വന്നതോടെ ഒളിച്ചുവെച്ച വിധേയത്വം പരസ്യമാക്കിക്കൊണ്ടാണ് സംവിധാന പ്രമുഖരും നടീനടന്മാരുമൊക്കെ രംഗത്ത് വന്നിരിക്കുന്നത്. ദിലീപിന്റെ അരിയിട്ട് വാഴ്ചയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത് അവരാണ്. അതേസമയം നിയമ പോരാട്ടം പൂർത്തിയായിട്ടില്ലെന്നും സർക്കാർ അപ്പീൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനാൽ ദിലീപിന്റെ കാര്യത്തിൽ ധൃതി പിടിച്ച തീരുമാനം വേണ്ടെന്നുമാണ് താരസംഘടനയിൽ ഒരു വിഭാഗം കൈക്കൊള്ളുന്ന നിലപാട്. അതേസമയം ദിലീപ് സിനിമാ മേഖലയിൽ ശക്തനായി തിരിച്ചു വന്നാൽ തനിക്കെതിരെ നിൽക്കുന്നവരെ ഒതുക്കുമെന്ന ഭീതിയിലാണ് പല നടീനടന്മാരും സാങ്കേതിക രംഗത്തെ പ്രമുഖരുമെല്ലാം. അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് നടിക്കുകയും അതേസമയത്ത് തന്നെ ദിലീപിനെ വാഴ്ത്തുകയും ചെയ്യുന്ന അഴകൊഴമ്പൻ നിലപാടുകൾ പലരും സ്വീകരിക്കുന്നതും അതുകൊണ്ടുകൂടിയാണ്. വനിതകളാണിപ്പോൾ AMMAയുടെ ഭാരവാഹികൾ. ശ്വേത മേനോനാണ് പ്രസിഡന്റ്, കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയും. എന്നിട്ടും കോടതി വിധിയെക്കുറിച്ച് താരസംഘടന വ്യക്തമായ പ്രതികരണം ഇനിയും നടത്തിയിട്ടില്ല. നിയമം നീതിയുടെ വഴിക്ക് നീങ്ങട്ടെ എന്ന കുറിപ്പ് മാത്രമാണ് താരസംഘടനാ നേതൃത്വം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. നേതൃനിരയിലുള്ളവർ കാണിക്കുന്ന ഈ വിധം ഒളിച്ചുകളികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായാണ് നടനും നിർമ്മാതാവുമായ ബാബുരാജ് രംഗത്ത് വന്നിരിക്കുന്നത്. പ്രതികരിക്കാൻ ബാധ്യസ്ഥരായിട്ടും അമ്മ ഭാരവാഹികൾ എസ്കേപ്പ് ചെയ്യുകയാണെന്നും താൻ അന്നും ഇന്നും അതിജീവിതയ്ക്കൊപ്പമാണെന്നുമാണ് ബാബുരാജ് തുറന്നടിച്ചത്. ദിലീപിനെ താരസംഘടനയിൽ നിന്നും പുറത്താക്കാൻ നടത്തിയ നീക്കങ്ങളുടെ തനിയാവർത്തനം തന്നെയാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. അന്ന് ശക്തമായ നിലപാടുകൾ കൈക്കൊണ്ടിരുന്നവർ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന സവിശേഷതയും ഉണ്ട്. ദിലീപിനെതിരെ നൽകിയ മൊഴി പലരും തിരുത്തിയെങ്കിലും ആദ്യാവസാനം തന്റെ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു കുഞ്ചാക്കോ ബോബൻ. മഞ്ജു വാര്യർ അഭിനയിച്ച ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയിൽ നിന്ന് പിന്മാറണമെന്ന് ദിലീപ് തന്നോട് ആവശ്യപ്പെട്ട വിവരം കുഞ്ചാക്കോ ബോബൻ അന്വേഷണ സംഘത്തെ അറിയിച്ചിരുന്നു. ആ മൊഴി തന്നെ കുഞ്ചാക്കോ ബോബൻ കോടതിയിലും ആവർത്തിച്ചിരുന്നു. അക്രമത്തിനിരയായ സഹപ്രവർത്തകയ്ക്കൊപ്പം നിന്ന ആസിഫ് അലിയും ദിലീപിനെ അമ്മയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യമാണ് ആദ്യം മുതലേ ഉയർത്തിയിരുന്നത്. ഇപ്പോൾ തിരിച്ചെടുക്കാൻ നടക്കുന്ന നീക്കത്തിനെതിരെ കടുത്ത നിലപാടാണ് ആസിഫ് അലിയും കൈക്കൊണ്ടിട്ടുള്ളത്. കേസ് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ ആരോപണമുനകൾ ദിലീപിനെതിരെ ഉയർന്നപ്പോഴും ദിലീപിനെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് AMMA ഭാരവാഹികൾ നടത്തിയത്. എന്നാൽ പൃഥ്വിരാജിന്റെ നേതൃത്വത്തിൽ യുവതാരങ്ങൾ ദിലീപിനെതിരെ നീങ്ങിയപ്പോഴാണ് താരസംഘടനാ ഭാരവാഹികൾക്ക് കാലിടറിയത്. തുടർന്നാണ് മമ്മൂട്ടിയുടെ വീട്ടിൽ ചേർന്ന യോഗത്തിൽ ദിലീപിനെ സംഘടനയിൽ നിന്നും പുറത്താക്കാനുള്ള തീരുമാനം കൈക്കൊള്ളാൻ അവർ നിർബന്ധിതരായത്. കീഴ്ക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ദിലീപിനെ താരസംഘടനയിൽ തിരികെ എത്തിക്കാൻ തിരക്കിട്ട് നീക്കം നടത്തുന്ന AMMA ഭാരവാഹികൾക്ക് പൃഥ്വിരാജിനെയും കുഞ്ചാക്കോ ബോബനെയും പോലെയുള്ളവർ ഇപ്പോഴും ഉയർത്തുന്ന പ്രതിഷേധം വലിയ തിരിച്ചടിയായിരിക്കുകയാണ്.
ദിലീപിനെ വെള്ളപൂശാനുള്ള താരസംഘടനാ നേതാക്കളുടെ നീക്കം അത്ര എളുപ്പത്തിൽ നടപ്പാവില്ലെന്ന് തന്നെയാണ് അടിയൊഴുക്കുകൾ വ്യക്തമാക്കുന്നത്.